ഇറാനിൽ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനൊരുങ്ങി പോലീസ്. പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുന്നവരെ ശത്രുക്കളായി കാണുമെന്ന് പോലീസ് മേധാവി അഹമ്മദ് റസാ റദാൻ അറിയിച്ചു. അക്രമികളെ വെടിവെക്കാൻ പോലീസ് തയ്യാറായി നിൽക്കുന്നുവെന്നും മുന്നറിയിപ്പ്. ഇറാൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഭീഷണി. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. കൃഷിപ്രിയ അഹമ്മദ് റസാ റദാന്റെ ഔദ്യോഗിക ടെലിവിഷൻ സംപ്രേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഹമ്മദ് റസാ റദാൻ പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം, തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ നേരിടുന്നത് ശത്രുക്കളെ നേരിടുന്നതിന് സമാനമായിരിക്കുമെന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വഭാവമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കേവലം ഒരു ക്രമസമാധാന പ്രശ്നം എന്നതിനപ്പുറം ശത്രുക്കളെയോടൊപ്പം ചേർന്ന് രാജ്യത്തിനെതിരായി നീങ്ങുന്നു എന്ന രീതിയിൽ ആ ആക്രമണങ്ങളെ അടിച്ചൊതുക്കും, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കും എന്ന കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ രാജ്യത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും ആ പ്രക്ഷോഭങ്ങളെ അമേരിക്ക ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രത്യക്ഷമായെങ്കിലും പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിലെ ഒരു അന്തർലീനമായ രീതിയിൽ എഴുതിയത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ ശക്തമായ ആക്രമണം നടത്തും പ്രക്ഷോഭകാരികൾക്കെതിരെ എന്ന് തന്നെയാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ കൃത്യമാണ്. തോക്കുകൾ കയ്യിലേന്തി വെടിവെക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത് എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ജനുവരിയിലും അതുപോലെ തന്നെ മറ്റുമുണ്ടായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ജനുവരിയിൽ ഈ നാണയത്തിന്റെ വില ഇടിവിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ നിലവിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ഒഴിവാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി അത്തരം പ്രക്ഷോഭങ്ങളെ കണക്കാക്കണമെന്ന ഒരു സൂചനയും പ്രോത്സാഹനവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഭരണകൂടത്തെ നിലനിർത്താനുള്ള നീക്കങ്ങൾ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ഈ പോലീസ് മേധാവിയുടെ വാക്കുകളെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. കൃഷ്ണപ്രിയ. ഓക്കെ.